ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഞാനും എൻ്റെ ഫാമിലിയും, എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയാക്കി എയർപോർട്ടിലെത്തി. പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങും പെട്ടെന്നുള്ളൊരു ട്രിപ്പുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എയർപോർട്ടിൽ 3 മണിക്കൂർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഓട്ടോ കണ്ടു. ഞാൻ ആ ഓട്ടോയിൽ കുറച്ചു നേരം ഇരുന്ന് എന്റെ ഭംഗിയൊക്കെ നോക്കി കുറച്ചു നേരം ഓട്ടോ ഓടിക്കുന്ന പോലെ ആക്ട് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ടൈമായി. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രിയിലായിരുന്നു. സോ ഞങ്ങൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ, അതായത് എന്റെ പേരൻസ് എല്ലാവരും കൂടെ ആദ്യമായിട്ടായിരുന്നു ഇവിടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുന്നത്. സോ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ പോകുന്നത് പട്ടായയിലായിരുന്നു. ബാങ്കോക്ക്, തായ്ലൻഡ്, പട്ടായ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തായ്ലൻഡിലെത്തി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേസ് ആ ടീമിലുള്ള ആളുകളൊക്കെ ഒരു സുന്ദരിയായ ചേച്ചിയിലേക്ക് നിർത്തി നമ്മളെ എല്ലാവരെയും തായ്ലൻഡിലേക്ക് വെൽക്കം ചെയ്തു. നമ്മൾ ആദ്യം പോയത് തായ്ലൻഡിലെ പട്ടായയിലായിരുന്നു. ഇതാണ് ഗ്രാൻഡ് സിട്രസ് ഹോട്ടൽ പട്ടായ. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹോട്ടലായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ പട്ടായയിലുള്ള ഡേ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളെ ഇനി കൊണ്ടുപോകുന്നത് ഒരു ലോക അത്ഭുതം കാണിക്കാനായിട്ടാണ്. എനിക്കത് ലോക അത്ഭുതമായിട്ടാണ് തോന്നിയത്. നമ്മുടെ പട്ടായയിലുള്ള സാങ്ച്വറി ഓഫ് ട്രൂത്ത്. എനിക്കത് കണ്ടിട്ട് ഞാൻ ഇത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇതുവരെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് 1981 മുതലാണ് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം ഒരു 40-44 വർഷമായിട്ട് പോലും ഇതിന്റെ പണി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചേട്ടനാണ് അവിടുത്തെ ഗൈഡ്. നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും ക്യാപ്പ് ധരിക്കുന്നുണ്ട്, ഒരു ഹെൽമെറ്റ്. അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തലയിൽ വീഴുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇവിടെയുള്ള എല്ലാവർക്കും ക്യാപ്പ് തരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. തായ്ലൻഡ് വരുവാണെങ്കിൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് പോകണം. അതായത് ഇതിൽ നമ്മുടെ തായ്ലൻഡിലുള്ള മിക്ക ആളുകളും 90% ആളുകൾ ബുദ്ധമത വിശ്വാസമുള്ളവരാണ്. അപ്പൊ കൂടുതൽ ബുദ്ധന്റെയും പിന്നെ കുറച്ച് ഹിന്ദുക്കളുടെയൊക്കെ ശില്പങ്ങളും എല്ലാം ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. തായ്ലൻഡിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് ആണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. കാരണം അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അതുപോലെ ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇവിടെയുള്ള എല്ലാവരും ബുദ്ധമതം വിശ്വസിക്കുന്ന ആളുകളൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ശ്രീ ബുദ്ധന്റെ അസ്ഥികളാണ് ഇതെല്ലാം. ഞാനിത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോ ഭയങ്കര ഷോക്കായി പോയി. അങ്ങനെ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കാരണം ഇവന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമില്ല. കാരണം നല്ല ഭംഗിയായിരുന്നു അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, നമുക്കിങ്ങനെ ഒന്ന് സൗണ്ടിൽ ഇതിങ്ങനെ മുറുക്കി അടിച്ചാൽ ഭയങ്കര ഒരു സൗണ്ടൊക്കെ കേൾക്കും. സോ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ ഇരുന്ന് ഇവർ ഓരോരുത്തരിരുന്ന് ഓരോ ശില്പമൊക്കെ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുന്ന കണ്ടപ്പം എനിക്കും തോന്നി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞാനും അവരുടെ, എനിക്ക് പണിയൊന്നും അറിയില്ല, എന്നാൽ കൂടി ഞാനും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ കൂടി. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ക്രോക്കറിഡിൽ ഗ്രില്ലുണ്ടെന്ന് കണ്ടത്. സോ എന്റെ പപ്പായ്ക്കും ഹസ്ബൻഡിനും ഭയങ്കര ആഗ്രഹം അത് കഴിക്കണമെന്ന്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. നമ്മളത് ഓർഡർ ചെയ്തു. ആ ടൈം നമ്മളിവിടെ ഒരു ഫ്രൂട്ട് മാർക്കറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കറങ്ങി നോക്കി. ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ടൈപ്പ് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ മാങ്കോയുടെ കളറൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ചക്ക ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. സോ അതിനുശേഷം നമ്മുടെ ക്രോക്കറിഡിൽ ഗ്രില്ലൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിൽ തൊട്ട് താഴെ എഴുതിയേക്കുന്നത് കണ്ടോ, ഷുഡ് ട്രൈ ബിഫോർ ഡൈ എന്ന്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് കഴിച്ചു നോക്കാമെന്ന്. ഗ്രില്ല് കഴിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രോക്കറിഡിൽ ഗ്രില്ല് ഫുഡ് എൻ്റെ കയ്യിൽ കിട്ടി. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കിട്ടിയപ്പം. അപ്പൊ ഞാനും കഴിച്ചു, എൻ്റെ ഹസ്ബൻഡും കഴിച്ചു, ഫാദറും കഴിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ പട്ടായയിൽ വരുവാണെങ്കിൽ ക്രോക്കറിഡിൽ ബാർബിക്യൂ ഒക്കെ കഴിച്ചു നോക്കും, അടിപൊളി ടേസ്റ്റ് ആണ്. അങ്ങനെ രാത്രിയാകാറായപ്പോഴത്തേക്കും ഞങ്ങൾ അൽക്കസാർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോയി. എനിക്കത് കാണാൻ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല അടിപൊളിയായിരുന്നു. അവരുടെ ഡാൻസും അവരുടെ ആ മൂവ്മെന്റും അവരുടെ ആ സ്റ്റൈലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷോക്ക് ആവുന്നൊരു കാര്യം ഞാൻ പറയാം, ഈ ഡാൻസ് കളിക്കുന്നവരെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. സോ ഞാനത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ അറിഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവരെ കാണാനായിട്ട്.
അങ്ങനെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പട്ടായ സിറ്റിയിലെത്തി. ഇന്ന് നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് എനിക്ക് വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണ്. സോ നമ്മൾ അങ്ങനെ ഒരു ബോട്ടിൽ ട്രാവൽ ചെയ്ത് വാട്ടർ ആക്ടിവിറ്റിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ചെയ്തത് പാരാസെയിലിംഗ് ആണ്. ഞാൻ ഗോവയിൽ വെച്ച് പാരാസെയിലിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പാരാസെയിലിംഗ് ചെയ്യാൻ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇതൊരു സെക്കൻഡ് ട്രിപ്പ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഈ പോകുന്നത് എന്റെ മമ്മിയാകട്ടോ. മമ്മി ആദ്യമായിട്ടായിരുന്നു ചെയ്യുന്നത്. മമ്മിക്ക് ഭയങ്കര മടിയായിരുന്നു. അതിൽ മമ്മി ഞാൻ വഴക്കുണ്ടാക്കിയാണ് പാരാസെയിലിംഗ് ചെയ്യിപ്പിച്ചത്. മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും ചെയ്തു. ഞങ്ങൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു പാരാസെയിലിംഗ്. നമ്മളിത് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബൈക്ക് റൈഡും ബനാന റൈഡും ഒക്കെ ആയിരുന്നു. ഞാനിത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ പേരൻസ് അത് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. എന്റെ പപ്പ അത് ചെയ്തു കേട്ടോ. പപ്പായിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതൊക്കെ ചെയ്തപ്പോഴാണ് പപ്പ എന്നോട് പറഞ്ഞായിരുന്നു. നല്ല രസമായിരുന്നു. അത് ഭയങ്കര നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്റെ അനിയത്തിക്കും അനിയനും ഒക്കെ ആണെങ്കിലും ഈ ബൈക്ക് റൈഡിങ്ങും ബനാന റൈഡും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ടൈഗർ പാർക്കിലേക്കാണ്. എനിക്കാണെങ്കിൽ ടൈഗറിനെ ഞാൻ ഫോട്ടോയിലും അല്ലാതെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തൊട്ടടുത്ത് നിന്നിട്ടില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് അതിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ളത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ വെറൈറ്റി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ടൈഗറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി ടൈഗറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അതിന്റെ ടെയിലിൽ പിടിച്ച് പൊക്കി വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ദി ടൈഗർ പാർക്കിൽ നിന്ന് നേരെ പോകുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് സെന്റർ ആയിട്ടും കൂടെ കൂട്ടാം. സോ നമ്മളൊരു വഞ്ചിയിൽ ആണ് നേരെ നമ്മൾ ദി മാർക്കറ്റിലേക്ക് പോകുന്നത്. ഞാൻ കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ഒന്നും പറ്റിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. കുറെ ബാഗ്, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത പല ഫുഡും, അത് നിങ്ങൾ വിശ്വസിക്കാവുന്നതിന് അപ്പുറം, അതായത് ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത പല ഫുഡും ഞാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വെച്ച് ട്രൈ ചെയ്തു. പക്ഷെ ട്രൈ ചെയ്ത എല്ലാ സംഭവം ഇഷ്ടമായിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഈ പുഴു, പാറ്റ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടുത്തെ ഒരു ഫുഡാണ്. പക്ഷെ അവിടെ എല്ലാവരും ട്രൈ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും ട്രൈ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നല്ലതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ വീണ്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കടയൊക്കെ നടന്നു എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പക്ഷെ ഞങ്ങളൊരു ടൂർ ഗൈഡ് നേരത്തെ പറഞ്ഞായിരുന്നു പട്ടായിൽ നിന്നൊന്നും മേടിക്കേണ്ട, ബാങ്കൊക്കെ ചെന്ന് മേടിച്ചാൽ മതിയെന്ന്. സോ ഞാൻ ഇവിടുന്ന് ഒരു സാധനങ്ങളും മേടിച്ചില്ല. അങ്ങനെ നമ്മൾ പട്ടായയിലുള്ള ഡേ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആദ്യം തന്നെ പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇതൊരു ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ വെച്ചേക്കുന്നത്. ഇതൊരു ഇങ്ങനെ നമ്മുടെ തായ് ബാത്ത്, അവിടുത്തെ പൈസ ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ 1 രൂപ കോയിൻ, നമ്മുടെ തായ്ലൻഡിലെ 1 റുപ്പി കോയിൻ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുവാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നേരെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കിട്ടും എന്നാണ് ഇതിന്റെ വിശ്വാസം. അങ്ങനെ എന്തായാലും എൻ്റെ റുപ്പി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്ന്. അതിനുശേഷം നമ്മൾ പോയത് ജെംസ് ഗാലറി പട്ടായയിലാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ലൈവായിട്ട് തന്നെ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റൂബി, ജെംസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ, എല്ലാ ഡിസൈൻസ് ഒക്കെ അടി. അതിനുശേഷം നമ്മൾ പട്ടായ ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മുടെ അവിടുത്തെ ന്യൂനൂജ് ട്രോപ്പിക്കൽ ഗാർഡൻ റിസോർട്ടിലേക്ക് പോകുന്നത്. സോ ഞാനിതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനിങ് ഒക്കെയാണ് അവിടെ നിന്നൊക്കെയാണ് പറയുന്നത്. സോ നമ്മൾ ആ പോകുന്ന വഴിക്ക് കാണുന്ന കുറേ നല്ല ഭംഗിയുള്ള കുറേ ആനയുടെ, ജിറാഫിൻ്റെ, അതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിലുള്ള ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് അതിൻ്റെ അകത്ത് കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നിങ്ങളിപ്പം പട്ടായയിലൊക്കെ വരുവാണെങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആനയുടെ പുറത്ത് കയറണം. ഞാൻ
എപ്പോഴും എൻ്റെ പപ്പായോടും അമ്മയോടും ഒക്കെ പറയായിരുന്നു എനിക്ക് ആനപ്പുറത്ത് കയറി കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ ആ ആഗ്രഹം പട്ടായ ചെന്നപ്പോൾ നടന്നു. വലിയ ആനേനൊന്നും കിട്ടിയില്ല, ചെറിയ ആനേനെ കിട്ടി. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആനയുടെ പുറത്തൊക്കെ കയറിയിടുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ വെച്ചൊരു വലിയ ആനേനെ കണ്ടു. ഞാൻ ആനയുടെ കൊമ്പിലൊക്കെ പിടിച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വട്ടപ്പക്കടയൊക്കെ ഓടി നടന്നു, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആനയുടെ പുറത്ത്. അതിനുശേഷം നമ്മൾ തായ്ലൻഡിൽ പോയി മസാജൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മളത് ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ ഒരു മോളിൽ വന്നേക്കുവാണ്. ഭയങ്കര വലിയ ഒരു മോളാണ്. ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മോളായിരുന്നു. സോ നമ്മൾ സാധാരണ ഡിന്നറൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇവർ ഒരു വെറൈറ്റിക്ക് നമ്മളെ മോളിൽ കൊണ്ടുപോയി ഫുഡ് കഴിപ്പിച്ചു. ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് ഈ തായ്ലൻഡിൽ കഴിച്ച ഫുഡുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. സോ തായ്ലൻഡിൽ വരുന്നവരെല്ലാവരും പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ആ ഒരു ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡായിരുന്നു. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലുള്ള 4th ഡേ ആയി. നമ്മൾ ഇവിടെ ജിറാഫിനെ കാണാൻ വന്നേക്കാണ്. തൊട്ടടുത്തിരുന്ന് ഇത്രയും തൊട്ടടുത്ത് നിന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ ജിറാഫിനെ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾ നമ്മൾ പൈസ കൊടുക്കുകയാണ്, ഇവർ ഇവിടുന്ന് ഫുഡ് തരും. നമുക്ക് ആ ഫുഡൊക്കെ ജിറാഫിന് കൊടുക്കാം. ഞാനും കുറച്ച് ഫുഡൊക്കെ ജിറാഫിന് കൊടുത്തു. ഞാൻ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ തൊട്ടു. നല്ല ഭംഗിയായിട്ടോ. നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ക്യൂട്ടാണ് ജിറാഫിനെ കാണാൻ. അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എലിഫന്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ ഷോ കാണാൻ. കാരണം അത്രയും അടിപൊളി ഒരു ഷോ ആയിരുന്നു. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരു എലിഫന്റ് ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർ പറയുന്നതനുസരിച്ച് അതേപോലെ തന്നെ നമ്മളെ ആളുകളെല്ലാവരും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ആ എലിഫന്റ് ചെയ്യുന്നത് കാണാൻ. കാരണം നമ്മൾ വിശ്വസിക്കത്തില്ല. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ കാണുന്ന എലിഫന്റ് വെറുതെ നടക്കും, ഓടും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ എലിഫന്റ് കാണിക്കുന്ന ഓരോന്നൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മളതെല്ലാം ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആ എലിഫന്റ് ഷോ കണ്ടത്. എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എലിഫന്റ് നമ്മുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എല്ലാം ഭയങ്കര നല്ലതായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഒറാങ്കുട്ടാനെ കാണാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് ഏറ്റവും ആഗ്രഹം തായ്ലൻഡിൽ പോവാണ്. ഞാൻ തായ്ലൻഡ് സത്യം പറഞ്ഞാൽ സെലക്ട് ചെയ്തത് തന്നെ ഒറാങ്കുട്ടാനെ കാണാനായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഈ ഒറാങ്കുട്ടാനെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒറാങ്കുട്ടാനെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്ന്. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയാണ്. ഭയങ്കര ക്രൗഡഡ് സിറ്റിയാണ്. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫുൾ ബിൽഡിങ്സും വണ്ടികളും ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ്. നമുക്ക് പട്ടായ കിട്ടിയതിനേക്കാളും ഭയങ്കര ഒരു അടിപൊളി റൂമായിരുന്നു ബാങ്കോക്കിലെ. നല്ല വ്യൂവും നല്ല രസമുള്ള ഒരു റൂമായിരുന്നു. നല്ല ഫുൾ ഫർണിഷൊക്കെ ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ടുള്ള റൂമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ കുളിച്ചില്ല, എൻ്റെ ഹസ്ബൻഡ് കുളിച്ചു. ഒരു കൊച്ചിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് തായ്ലൻഡിലുള്ളത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ പോയിട്ടുള്ള ട്രിപ്പുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തായ്ലൻഡ് ആയിരുന്നു. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു തായ്ലൻഡ്. എനിക്കത് കുറച്ച് വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തായ്ലൻഡിൽ വെച്ച്. എന്നാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള കൺട്രീസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തായ്ലൻഡ് ട്രിപ്പായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ള് ടെമ്പിൾ വിസിറ്റ് ആണ്. ഇതൊരു ബുദ്ധ ടെമ്പിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ തായ്ലൻഡിൽ കൂടുതലും ബുദ്ധമത വിശ്വാസമുള്ള ആളുകളാണ്. നമ്മുടെ ഹിന്ദുവും ക്രിസ്ത്യൻസും അങ്ങനെയൊന്നും ഇല്ല. സോ നമ്മൾ അടുത്ത ടെമ്പിളിലേക്ക് പോവുകയാണ്. ഇതാണ് അവിടുത്തെ കിങ്ങിൻ്റെ പാലസ്. ഞാൻ കിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, കാരണം അത് ഭയങ്കര വലിയൊരു പേരായിരുന്നു. ഇതാണ് ആ കിങ്ങിൻ്റെ ഫോട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നത് വേറെ ഒരു ടെമ്പിളിലേക്കാണ്. ഞാൻ ഈ മണി എന്തിനാണ് അടിക്കുന്നതെന്നറിയോ? ഈ ബെല്ലടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് നടക്കും എന്നാണ്. സോ ഞാൻ അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത്. എന്താണെന്നറിയാമോ? എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഫുഡ് കൊണ്ടുവന്ന് തന്നു. നമ്മുടെ നാട്ടിലെ ചമ്മന്തി പോലെ ഇരിക്കും, ഒരു ഗ്രീൻ കളർ. ഞാൻ ഓർത്ത് ഇതെന്താ നല്ല ടേസ്റ്റ് ആണെന്ന്, ഇത് കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് ഞാനത് കഴിച്ചു. എൻ്റെ വായിക്കൂടെ മൂക്കിക്കൂടെയും ചെവിക്കൂടെ ഒക്കെ വരെ പുക പോയി. കാരണം ഭയങ്കര
ഭയങ്കര എരിവായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പ്രായം ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫുഡ് തരും, ഒന്നെങ്കിൽ ഭയങ്കര എരിവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. സോ ഇത് എനിക്ക് മാത്രമല്ല, എൻ്റെ പപ്പായ്ക്കും കൊടുത്തു, എൻ്റെ ബ്രദറിനും കൊടുത്തു. അവർക്ക് എല്ലാവർക്കും ഈ സെയിം അവസ്ഥ. അവർ ഭയങ്കര കരച്ചിലുമായിരുന്നു. അങ്ങനെ എൻ്റെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു 5 days ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.